ഹായ് ഹലോ സിജിയാണ് കേട്ടോ. കൊലുസൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയായിട്ട് എന്താ എല്ലാവരുടെയും പരിപാടി? തച്ചുമുടി കിടന്ന് ഉറങ്ങുമായിരിക്കുമല്ലേ? ഈ സമയത്ത് ഉറങ്ങാൻ നല്ല സുഖമാണ്. നല്ലൊരു പുതപ്പൊക്കെ മൂടി ഇങ്ങനെ കുഴി മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ അതിലേറെ രസവുമാണ്. പക്ഷേ നമ്മൾ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരും കൃഷി ചെയ്യുന്നവരുമായിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? ഉറങ്ങിയാൽ പണിപ്പാലും വെള്ളത്തിൽ കിട്ടും മക്കളെ. അമ്മാതിരി മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെരുമഴയത്ത് നമ്മുടെ ചെടികളെ സംരക്ഷിക്കേണ്ട കുറച്ച് ടിപ്പുകളും ട്രിക്സുകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക്. അപ്പോൾ മഴക്കാലത്ത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ ചെടികൾ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ തന്നെ ചെടികൾ 2-3 ദിവസം കൊണ്ട് തന്നെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, മഴ സമയത്ത് ചെടികളെല്ലാം നന്നായിട്ട് ഇലച്ച് വളരാൻ തുടങ്ങും. എല്ലാ ചെടികളിലും നിറയെ പുതിയ ശാഖകളും ഒക്കെ വന്ന് നിറഞ്ഞ് ഇങ്ങനെ വളരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ചെടികളുടെ ബ്രാഞ്ചുകളെല്ലാം തലകുത്തി ഇങ്ങനെയൊക്കെ കിടക്കാനും തുടങ്ങും. അതുകൊണ്ട് നമുക്ക് പ്രൂണിങ്ങിന് പറ്റിയ സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്. നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയ എല്ലാ ചെടികളെയും നമ്മൾ ഈ മഴ സമയത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ബ്രാഞ്ചസുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും. അത്യാവശ്യം നമുക്ക് പുതിയ പുതിയ പൂക്കളൊക്കെ ഈ മഴയൊക്കെ കഴിയുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രൂണിങ് ചെയ്യാൻ ആരും തന്നെ മറക്കണ്ട. അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചെടികളിലൊക്കെ നിൽക്കുന്ന ഉണങ്ങിയതും കരിഞ്ഞതുമായിട്ടുള്ള ഇലകളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഈ മഴ സമയത്ത് നമ്മൾ അതൊന്നും നീക്കം ചെയ്യാതെ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിലൊക്കെ വെള്ളമൊക്കെ കെട്ടി നിന്ന് ആ ഇലകളൊക്കെ അഴുകി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് ചെടി പെട്ടെന്ന് നശിച്ചു പോകുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചെടിയുടെ പ്ലേസ്മെൻ്റ് ആണ്. മഴവെള്ളത്തിൽ ഒത്തിരി മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴവെള്ളം ചെടികളുടെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യവുമാണ്. ഫേൺസ് പോലെയൊക്കെയുള്ള ചെടികൾക്ക് അത്യാവശ്യം മഴ ലഭിക്കുന്നത് നല്ലതുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മഴ ലഭിക്കാൻ വേണ്ടി ചെടികളെ 1-2 ദിവസമൊക്കെ മഴയുള്ള ഭാഗത്തേക്ക് മാറ്റിയിടുകയും 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അതിനെ മഴയിൽ നിന്ന് മാറ്റി വയ്ക്കുകയും വേണം. അപ്പോൾ ഞാനിവിടെ ഈ ബേർഡ് നെസ്റ്റ് ഫേണും അതേപോലെ നമ്മുടെ ഈ കോട്ടൺ ക്യാൻഡി ഫേണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കുകയാണ്. ബേർഡ് നെസ്റ്റ് ഫേൺ 2 ദിവസമായി മഴയത്ത് എടുത്ത് വെച്ചതായിരുന്നു. അതിനെ ഞാൻ തിരിച്ചു വെച്ചു. മറ്റേ 2 ഫേൺസിനെയും തിരിച്ച് നമ്മൾ മഴയത്തേക്ക് ഇട്ടു. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് മഴയൊക്കെ ലഭിച്ച് നല്ല ഭംഗിയിൽ വളർന്നു വരും. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് മാറ്റി തിരിച്ച് ഷെയ്ഡിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സപ്പോർട്ടാണ്. ഇതുപോലെ നല്ല ഉയരത്തിൽ വളരുന്ന ചെടികളൊക്കെ മഴയത്ത് ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ പോകാൻ തുടങ്ങും. ഈ ചെടികൾക്ക് വേണ്ട വിധത്തിൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ടുള്ള കൗണ്ടം അതേപോലെ കമ്പോസ്റ്റ് മുതലായവയൊക്കെ മഴക്കാലത്ത് നൽകാതിരിക്കുക. കാരണം അതിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് പകരം നമുക്ക് NPK മുതലായവ നൽകാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ ഷെയ്ഡിൽ ഇരിക്കുന്നതായിട്ടുള്ള ചെടികളുടെ പ്രോപ്പർ വാട്ടറിംഗ് ആണ്. ആ ചെടികളെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സമയത്ത് ചെടികളിൽ നന്നായിട്ട് ഈർപ്പം നിലനിൽക്കുന്ന ഒരു സമയമാണ്. ആ ചെടികളുടെ മണ്ണിൻ്റെ ഈർപ്പം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികളിൽ വെള്ളം നനച്ചു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ഷെയ്ഡിൽ ഇരിക്കുന്ന ചെടികളായാലും നമ്മൾ ഡെയിലി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെപ്പറേഷൻ. ഈ സമയത്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ കട്ടിങ്സിലൂടെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ പറ്റിയ സമയമാണ്. ഈ സമയം നമ്മൾ നട്ടുകൊടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. മഴക്കാലത്തുണ്ടാകുന്ന ഒച്ചകളുടെ ആക്രമണം ഒരു പ്രധാന പ്രശ്നമാണ്. അതിനായിട്ട് നമുക്ക് ചെടിക്ക് ചുറ്റും ഒരു റഫ് പ്രതലം ഉണ്ടാക്കാം. മുട്ടത്തോട് അല്ലെങ്കിൽ റഫായിട്ടുള്ള മെറ്റൽസ് ഒക്കെ ഇട്ട് നമുക്കിതിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിക്കാം. അടുത്തതായിട്ട് നമുക്ക് മഴയിൽ നിന്ന് മാറ്റി വെക്കേണ്ട കുറച്ച് ചെടികളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് അഡീനിയം, ഡെസേർട്ട് റോസ് എന്ന പേരുള്ള അഡീനിയമാണ് ഒരു ചെടി. മഴ ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്ത ചെടിയാണ് ഇത്. അടുത്തതായിട്ട് സക്കുലൻസ് അഥവാ കാക്ടസ് ഫാമിലിയിൽപ്പെട്ട ചെടികളാണ്. ഈ ചെടികളെ മഴയിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. മഴ ഒട്ടും തന്നെ ഈ ചെടികൾക്ക് താങ്ങാൻ സാധിക്കില്ല. കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ചെടികളൊക്കെ ഡെസേർട്ടിൽ വളരുന്ന ചെടികളാണ്. ഈ ചെടികൾക്ക് മഴ തീരെ ആവശ്യമില്ല. അടുത്തതായിട്ട് മഴയോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടിയാണ് ബിഗോണിയ ചെടികൾ. ബിഗോണിയ ചെടികൾക്ക് വെള്ളം കൂടിപ്പോയാൽ പെട്ടെന്ന് അഴുകി പോകുന്ന ചെടികളാണ്. അപ്പോൾ മഴയ്ക്ക് മുന്നേ തന്നെ ഈ ചെടിയെ നമ്മൾ മഴയിൽ നിന്ന് മാറ്റി വെക്കുകയും പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. അടുത്തതായിട്ട് ഉള്ള ചെടിയാണ് യൂഫോർബിയ. ഈ ചെടിയും മഴ തീരെ താങ്ങാൻ പറ്റാത്ത ചെടിയാണ്. അടുത്തതായിട്ട് നമ്മുടെ 10 മണി ചെടിയാണ്. 10 മണി ചെടി അഥവാ പോർട്ടിലാക്ക എന്നൊക്കെ പേരുള്ള ഈ ചെടിയെയും നമ്മൾ മഴയേറ്റ് നശിച്ചു പോകാൻ സാധ്യതയുള്ള ചെടിയാണ്. ഇങ്ങനെ മഴയത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ട കുറച്ച് ചെടികളിൽ പെട്ടതാണ് ഇനി നമ്മൾ കാണിക്കുന്ന ചെടികൾ. ഹോയ പ്ലാന്റ്, അതേപോലെ ഡിസീഡിയ പ്ലാന്റ്, പിന്നെ പെറ്റൂണിയ, ഫിറ്റോണിയ എന്നിവയൊക്കെ ഈ ചെടികളൊക്കെ ഒത്തിരി മഴയേറ്റാൽ ആ ചെടികൾ മൂടോടെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുന്നേ ഒക്കെ തന്നെ ഈ ചെടികളെ നമ്മൾ മഴയത്തു നിന്ന് മാറ്റി വെക്കണം. അതേപോലെ തന്നെ
2ഉം 3ഉം ഒക്കെ പുതിയ പുതിയ തൈകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി വെച്ചാൽ ചെടി നശിക്കാതെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം. ഇവ കൂടാതെ ഓർക്കിഡ്, പെപ്പറോമിയ, പിന്നെ വാട്ടർ സ്റ്റെമ്മോട് കൂടിയ ഒത്തിരി ചെടികൾ മഴയേറ്റാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടികളാണ്. മഴയോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളാണ് ഇങ്ങനെയുള്ള ചെടികൾ. ഇങ്ങനെയാണെങ്കിൽ മൊത്തം ചെടിയെയും നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വാട്ടറി സ്റ്റെമ്മോട് കൂടിയ ചെടികളെ മാത്രം നമ്മൾ മാറ്റിയാൽ മതി. പിന്നെ നല്ല ഹാർഡി സ്റ്റെമ്മോട് കൂടിയ ചെടികളെ ആണെങ്കിൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് പോട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ ശക്തമായിട്ട് വെള്ളം ചെടിയിലോട്ട് വീഴാതിരിക്കാനും പിന്നെ അതിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അത് നിലത്താണെങ്കിൽ അതുകൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ബൊഗെയിൻവില്ല പോലെയുള്ള ചെടികളെ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂക്കാനുള്ള വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയിൽ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നിറഞ്ഞ് പൂക്കുകയും ചെയ്യും. ഇനി ഇതുപോലെ ഷെയ്ഡിലൊക്കെ വെച്ച് നമ്മൾ വളർത്തുന്ന ചെടികളൊക്കെ ആണെങ്കിൽ ഇതിനെ ഒരു മഴയൊക്കെ കൊള്ളിക്കുന്നത് കൊണ്ട് ഇതിന്റെ വളർച്ച ഇരട്ടിയാകുകയുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഒരു ചെറുമഴയൊക്കെ കൊള്ളേണ്ടത് നല്ലതാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് മഴയത്തെടുത്ത് വെച്ച് ഒരു മഴയൊക്കെ കൊള്ളിച്ച് നമുക്ക് തിരിച്ചു വെക്കുകയും ചെയ്യാം. മഴയിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളൊക്കെ ഈ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അധികമായാൽ അമൃതം വിഷമാണ്. അതിപ്പോൾ മഴയായാലും ചൂടായാലും എന്ത് തന്നെയായാലും അല്ലേ. അപ്പോൾ എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ട് കെയറിങ്ങോടുകൂടി ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ഒത്തിരി ഇഷ്ടമങ്ങ് ആയെങ്കിൽ ഒരു കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെടികളെയും പൂക്കളുടെയും വീഡിയോയാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.